നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. കൂത്തുപറമ്പിൽ ഭിന്നശേഷിക്കാരന്റെ തട്ടുകട തകർത്തു. അക്രമം നാളെ ഉദ്ഘാടനം നടക്കാനിരിക്കെ പുലർച്ചെ മുഖംമൂടി ധരിച്ചെത്തിയാണ് തട്ടുകട അടിച്ചു തകർത്തത്. മാഹി ബൈപ്പാസിൽ കാർ കത്തി, തീപിടുത്തം ഡിവൈഡറിൽ ഇടിച്ച് ഡ്രൈവർക്ക് പരിക്ക്. തീയണച്ചത് ഫയർഫോഴ്സ് എത്തി. കാറിൽ ഡ്രൈവർ മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് നിഗമനം. ധനകാര്യ കമ്മീഷൻ ചെയർമാൻ കോർപ്പറേഷൻ സന്ദർശിച്ചു. യോഗത്തിൽ പങ്കെടുത്ത് മേയറും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും. നിർദ്ദേശം പരിഗണിച്ച് മുന്നോട്ടു പോകുമെന്ന് ചെയർമാൻ. വിശദമായ വാർത്തകളിലേക്ക്. കണ്ണൂർ കൂത്തുപറമ്പിൽ ഭിന്നശേഷിക്കാരന്റെ തട്ടുകട അടിച്ചു തകർത്തു. കിണവക്കൽ മൗവേരി സ്വദേശി അബ്ദുൾ റഷീദിന്റെ ഉടമസ്ഥതയിലുള്ള കടയാണ് അടിച്ചു തകർത്തത്. നാളെ ഉദ്ഘാടനം ചെയ്യാനിരിക്കെയായിരുന്നു അക്രമം. ഇരു കാലിനും സ്വാധീനമില്ലാത്ത റഷീദിന് സുഹൃത്തുക്കൾ ചേർന്ന് പണം സ്വരൂപിച്ചാണ് തട്ടുകട നിർമ്മിച്ചു നൽകിയത്. തുടർന്നാണ് കണ്ണൂർ കൂത്തുപറമ്പ് റോഡിൽ പാരീസ് കഫേ എന്ന പേരിൽ റഷീദ് തട്ടുകട ആരംഭിക്കുന്നത്. ഇന്ന് പുലർച്ചെ മുഖംമൂടി ധരിച്ചെത്തിയ ഒരാൾ കട അടിച്ചു തകർക്കുകയും കടയുടെ മേൽക്കൂര വലിച്ച് താഴേക്കിടുകയുമായിരുന്നു. അതിന് നമ്മുടെ കൂട്ടുകാരുടെ സഹായത്തോടുകൂടി ജീവിക്കാനുള്ള ഒരു മാർഗം എന്ന നിലയിലാണ് ഈ സംരംഭം തുടങ്ങിയത്. പാരീസ് കഫേ കാറ്ററിംഗ് സെൻറ്റർ എന്നാണ് ഈ സ്ഥാപനത്തിൻ്റെ പേര്. ഇത് നാളെയായിരുന്നു ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത്. ഇന്നലെ വൈകുന്നേരം നമ്മൾ സുഹൃത്തുക്കളുടെ അയൽവക്കത്തുള്ള കച്ചവടക്കാർക്ക് കൂടി നോമ്പ് സംഘടിപ്പിച്ചു. രാത്രി 1:30 മണിയാണ് ഇവിടുന്ന് പോകുമ്പോൾ. ശേഷം 2 മണിക്ക് ഇവിടെ ഒരു വഴിയിൽ കൂടി നടന്നു വന്ന് ഇതിലേക്ക് കയറുകയും ആക്രമിക്കുകയും തകർക്കുകയും ചെയ്ത് തിരിച്ച് അതേ വഴിയിൽ തന്നെയാണ് പോയത്. പിന്നെ ഇവിടെ നഷ്ടപ്പെട്ടതാണെങ്കിൽ കിച്ചൺ എക്യുപ്മെൻറ്റ്സ് മൊത്തം തകർത്ത നിലയിലാണുള്ളത്. കിച്ചണിൻ്റെ സ്നാക്സ് റാക്കായാലും ബെഞ്ച്, ഡെസ്ക്, ഹട്ട്, അതുപോലെ തന്നെ റെഫ്രിജറേറ്റർ, മറ്റുള്ള മെഷീനറീസ്, വാട്ടർ ടാങ്ക് എല്ലാം തകർത്തിരിക്കും. അവരുടെ കയ്യിൽ ആക്രമിക്കാനുള്ള അല്ലെങ്കിൽ കൊടുവാട് പോലത്തെ ആയുധങ്ങളും കയ്യിലുണ്ടായിരുന്നതാണ് CCTV ദൃശ്യത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത്. റഷീദിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൂത്തുപറമ്പ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. കഞ്ചാവ് വാങ്ങാനെത്തിയ യുവാക്കളെ സാഹസികമായി പിടികൂടി നാട്ടുകാർ. കണ്ണാടിപ്പറമ്പ് പുല്ലൂപ്പിയിലാണ് സംഭവം. നാട്ടുകാരുടെ ലഹരി വിരുദ്ധ സ്ക്വാഡ് പ്രതികളെ പിടികൂടുന്ന ദൃശ്യം പുറത്തുവന്നു. പഴയങ്ങാടി താവം സ്വദേശികളെ മയ്യിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവർ പ്രദേശത്ത് കഞ്ചാവ് വിൽപ്പന നടത്തുന്നവരാണെന്ന് നേരത്തെ തന്നെ നാട്ടുകാർക്ക് സംശയമുണ്ടായിരുന്നു. തുടർന്ന് യുവാക്കൾ പ്രദേശത്ത് കഞ്ചാവ് വിൽപ്പന നടത്താൻ എത്തിയതാണെന്ന സംശയത്തിൽ ചോദ്യം ചെയ്യുകയായിരുന്നു. എന്നാൽ പരസ്പര വിരുദ്ധമായ മറുപടികൾ ലഭിച്ചതോടെയാണ് നാട്ടുകാർ ചേർന്ന് പിടികൂടി തടഞ്ഞു വെച്ചത്. തുടർന്ന് പരിശോധിച്ചപ്പോൾ കഞ്ചാവ് പൊതി കണ്ടെത്തി. ഉടൻ പോലീസിനെ വിവരം അറിയിച്ചു. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് നടത്തിയ സോഷ്യൽ പോലീസിംഗ് വിഭാഗത്തിന്റെ സ്വയം പ്രതിരോധ പരിശീലന പരിപാടി 2ാം ദിവസത്തിലേക്ക്. തലശ്ശേരി ജാനകി അമ്മാൾ ക്യാമ്പസ് യൂണിവേഴ്സിറ്റി സെന്ററിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി റിസർച്ച് ഡയറക്ടർ ഡോക്ടർ അനു അഗസ്റ്റിൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഭാരതത്തിലെ പൊതുജന മനസാക്ഷിയെ അത് ഞെട്ടിച്ച സംഭവമായിരുന്നു. ആ സംഭവം നടന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ്. അണ്ണാ ഹസാരെ നേതൃത്വത്തിൽ വൻ സമരം ഡൽഹിയും ആന്ധ്രാപ്രദേശിലും ഉണ്ടായത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത വിധം പ്രതിഷേധം രൂപം. ആ പ്രതിഷേധത്തിന്റെ അനന്തരഫലമാണ് 2013 ക്രിമിനൽ നിയമ ഭേദഗതികളുള്ള ഇന്ത്യൻ പീനൽ കോഡ് CRPC എവിഡൻസ് ആക്ടിലുള്ള ഭേദഗതികളുടെ തുടങ്ങിയതാണ്. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് സോഷ്യൽ പോലീസിംഗ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ മാർച്ച് 10, 11, 12 തീയതികളിൽ സംസ്ഥാനത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി സ്വയം പ്രതിരോധ പരിശീലന പരിപാടിയുടെ 2ാമത്തെ ദിവസത്തെ പരിപാടി ജാനകി അമ്മാൾ ക്യാമ്പസ് യൂണിവേഴ്സിറ്റി സെന്റർ തലശ്ശേരിയിൽ വെച്ചാണ് നടന്നത്. കണ്ണൂർ യൂണിവേഴ്സിറ്റി ആന്ത്രോപോളജി വിഭാഗം മേധാവി ഡോക്ടർ M മിനി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി സോഷ്യൽ സ്റ്റഡീസ് വിഭാഗം ഡീനും ഫാക്കൽറ്റിയുമായ പ്രൊഫസർ B ബിന്ദു അധ്യക്ഷയായി. കണ്ണൂർ സിറ്റി ജില്ലാ പോലീസ് അഡീഷണൽ SP-യും സോഷ്യൽ പോലീസിംഗ് ജില്ലാ നോഡൽ ഓഫീസറുമായ KV വേണുഗോപാലൻ വിശിഷ്ടാതിഥിയായി. കണ്ണൂർ യൂണിവേഴ്സിറ്റി സാമ്പത്തിക ശാസ്ത്ര മേധാവി ഡോക്ടർ V ഷഹർബാൻ, കണ്ണൂർ യൂണിവേഴ്സിറ്റി ലീഗൽ സ്റ്റഡീസ് HOD ഡോക്ടർ പ്രസന്നകുമാരി ES, ഇംഗ്ലീഷ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ റഫ്സീന M, മോളിക്കുലർ അസിസ്റ്റന്റ് പ്രൊഫസർ ആൻഡ് NSS കോർഡിനേറ്റർ ഡോക്ടർ അനുപമ KP എന്നിവർ ആശംസ അർപ്പിച്ചു.
ആന്ത്രോപോളജി അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ MS മഹേന്ദ്രകുമാർ നന്ദി പറഞ്ഞു. വിജയ് ശ്രീ ADNO ജനമൈത്രി പോലീസ് നേതൃത്വം നൽകിയ പരിശീലന ചടങ്ങിൽ 200ഓളം പെൺകുട്ടികൾ പങ്കെടുത്തു. സറീന KP, സിനിജ TV, സൗമ്യ VV, മിനി K, ഫൗസിയ യാക്കോബ്, ഷജിന N, പ്രമിത MP എന്നിവർ ക്ലാസ് എടുത്തു. പോലീസിലെ വനിതാ ഉദ്യോഗസ്ഥരാണ് സൗജന്യമായി പരിശീലനം നൽകുന്നത്. കണ്ണൂർ മുഴപ്പിലങ്ങാട് ശ്രീ കൂറുമ്പക്കാവിൽ താലപ്പൊലി ഉത്സവത്തിനിടെ സംഘർഷം. ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു. സംഘർഷത്തിൽ പോലീസുകാർക്കും പരിക്കേറ്റിട്ടുണ്ട്. തുടർ നടപടിക്ക് ഒരുങ്ങി എടക്കാട് പോലീസ്. മുഴപ്പിലങ്ങാട് കൂറുമ്പക്കാവ് ഉത്സവത്തിന്റെ ഭാഗമായുള്ള കലശം വരവിനിടെയായിരുന്നു സംഘർഷം ഉണ്ടായത്. പാർട്ടി പ്രവർത്തകർ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുകയായിരുന്നു. 100 CPM BJP പ്രവർത്തകർക്കെതിരെയാണ് ഇപ്പോൾ കേസ് എടുത്തിട്ടുള്ളത്. സംഘർഷം തടയാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ മാരകായുധങ്ങളുമായി ആക്രമിച്ചെന്നാണ് FIR ഉള്ളത്. CPIM RSS പ്രവർത്തകർ തമ്മിൽ കലശങ്ങളുമായി ബന്ധപ്പെട്ട് നേരത്തെ സംഘർഷമുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇനിയൊരു ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. കൂത്തുപറമ്പിൽ ഭിന്നശേഷിക്കാരന്റെ തട്ടുകട തകർത്തു. അക്രമം നാളെ ഉദ്ഘാടനം നടക്കാനിരിക്കെ പുലർച്ചെ മുഖംമൂടി ധരിച്ചെത്തിയാണ് തട്ടുകട അടിച്ചു തകർത്തത്. മാഹി ബൈപ്പാസിൽ കാർ കത്തി. തീപിടുത്തം ഡിവൈഡറിൽ ഇടിച്ച് ഡ്രൈവർക്ക് പരിക്ക്. തീയണച്ചത് ഫയർഫോഴ്സ് എത്തി. കാറിൽ ഡ്രൈവർ മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് നിഗമനം. ധനകാര്യ കമ്മീഷൻ ചെയർമാൻ കോർപ്പറേഷൻ സന്ദർശിച്ചു. യോഗത്തിൽ പങ്കെടുത്ത് മേയറും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും. നിർദ്ദേശം പരിഗണിച്ച് മുന്നോട്ടു പോകുമെന്ന് ചെയർമാൻ. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തയിലേക്ക്. തലശ്ശേരി മാഹി ദേശീയപാത ബൈപ്പാസിൽ നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ പാഞ്ഞുകയറിയ കാറിന് തീപിടിച്ചു. അപകടത്തിൽ കാർ ഡ്രൈവർക്ക് ഗുരുതരമായി പൊള്ളലേറ്റു. ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് നിയന്ത്രണം വിട്ട് ബൈപ്പാസിലെ സർവീസ് റോഡ് ഭാഗത്ത് ഇടിച്ചു കയറി കാർ കത്തിയത്. അഴിയൂരിന് സമീപം തലശ്ശേരി മാഹി ബൈപ്പാസിൽ കക്കടവിൽ നിയന്ത്രണം വിട്ടാണ് ഡിവൈഡറിൽ ഇടിച്ച് തീപിടിച്ച് പൂർണ്ണമായി കാർ കത്തി നശിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ ഡ്രൈവറെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തലശ്ശേരി ഭാഗത്തു നിന്നും കുഞ്ഞിപ്പള്ളി ഭാഗത്തേക്ക് വരികയായിരുന്നു കാർ. മാഹി ബൈപ്പാസിൽ വെച്ചാണ് കത്തി നശിച്ചത്. മാഹി, വടകര എന്നിവിടങ്ങളിൽ നിന്നെത്തിയ ഫയർഫോഴ്സും ചോമ്പാല പോലീസും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഡ്രൈവർ മാത്രമാണ് കാറിൽ ഉണ്ടായിരുന്നത്. ഒരാൾ മാത്രമാണ് കാറിൽ ഉണ്ടായിരുന്നതായി പോലീസും പ്രദേശവാസികളും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ചോമ്പാൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന അപകടത്തിൽ പോലീസും കേരള ഫയർഫോഴ്സും പുതുച്ചേരി ഫയർ റെസ്ക്യൂ ടീമും സ്ഥലത്തെത്തി കാറിൽ കുടുങ്ങിയ യാത്രികനെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. സിറ്റി ന്യൂസ്, കണ്ണൂർ. സമഗ്ര ശിക്ഷ കേരളയും വിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് വിദ്യാലയങ്ങളിൽ നടത്തുന്ന പഠനോത്സവം തളാപ്പ് ഗവൺമെന്റ് മിക്സഡ് UP സ്കൂൾ അധികൃതർ ഇത്തവണ നടത്തിയത് കളക്ടറേറ്റ് മൈതാനത്ത്. ഒരു വർഷം സ്കൂളിൽ നടത്തിയ പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായി രൂപം കൊണ്ട പഠനോപകരണങ്ങൾ
15ഓളം സ്റ്റാളുകളിൽ പ്രദർശിപ്പിച്ചു. സന്ദർശകർക്ക് കുട്ടികൾ ഓരോ ഇനവും തന്മയത്വത്തോടെ കാണിച്ച് വിവരണവും നടത്തി. പഠനോത്സവം കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു. പാഠപുസ്തകത്തിലെ പഠന സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചുള്ള സ്കിറ്റുകൾ, പാവനാടകം, പ്രസംഗം, കാവ്യാലാപനം, സംഗീതശില്പം എന്നിവ ആയിരങ്ങളുടെ കയ്യടി ഏറ്റുവാങ്ങി. മലയാളത്തിന് പുറമെ മറ്റു ഭാഷകളിലും വ്യവഹാരാവിഷ്കാരങ്ങൾ ഉണ്ടായി. കോർപ്പറേഷൻ ആരോഗ്യകാര്യ ചെയർമാൻ MP രാജേഷ് അധ്യക്ഷനായി. ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് P ഇന്ദിര, മുൻ മേയർ അഡ്വക്കേറ്റ് TO മോഹനൻ, AEO OC പ്രസന്നകുമാരി, KC സുധീർ, ശ്രുതി, ഷർമിള ജോർജ്, VP ജസിമോൾ എന്നിവർ സംസാരിച്ചു. പ്രധാന അധ്യാപകൻ TC സുനിൽകുമാർ സ്വാഗതവും KV സഫീറ നന്ദിയും പറഞ്ഞു. ഏഴാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ KM ഹരിലാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം കോർപ്പറേഷൻ സന്ദർശിച്ചു. ഏഴാം ധനകാര്യ കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങളുമായി ചർച്ച ചെയ്യുന്നതിന്റെ ഭാഗമായായിരുന്നു സന്ദർശനം. ഇതോടനുബന്ധിച്ച് കോർപ്പറേഷനിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ കോർപ്പറേഷൻ മേയർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. പ്രാദേശിക സർക്കാരുകൾക്ക് സർക്കാരിൽ നിന്നുള്ള പദ്ധതി തുകയും ഗ്രാന്റുകളും നൽകുന്നതിനുള്ള മാനദണ്ഡം നിശ്ചയിക്കുന്നതിനും തദ്ദേശ സ്ഥാപനങ്ങളുടെ തനത് വരുമാനം മെച്ചപ്പെടുത്തുന്നതിനുള്ള നിർദ്ദേശങ്ങളും യോഗത്തിൽ ഉയർന്നു. ഇതിൽ ഉയർന്നുവരുന്ന ക്രിയാത്മക നിർദ്ദേശങ്ങൾ അടുത്ത വർഷം മുതൽ സർക്കാർ നടപ്പിലാക്കും. ബജറ്റ് വിഹിതം സമയബന്ധിതമായി ലഭ്യമാക്കണമെന്നും ഉദ്യോഗസ്ഥ വിന്യാസം പുനഃപരിശോധിക്കണമെന്നും സ്പിൽ ഓവർ പദ്ധതികൾക്ക് പണം അനുവദിക്കണമെന്നും മേയർ മുസ്ലിം മഠത്തിൽ യോഗത്തിൽ ഉന്നയിച്ചു. നഗരത്തിലെ വികസന പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിന് DTPCയുടെ കീഴിലുള്ള സ്ഥലങ്ങൾ കോർപ്പറേഷന് വിട്ടു നൽകണമെന്നും മേയർ പറഞ്ഞു. കേന്ദ്ര പദ്ധതികളുടെ ഫണ്ട് അനുവദിക്കുന്നതിനുള്ള അനാവശ്യ നൂലാമാലകൾ ഒഴിവാക്കണമെന്ന് വികസനകാര്യം സ്ഥിരസമിതി അധ്യക്ഷൻ PK രാഗേഷ് അഭിപ്രായപ്പെട്ടു. മാർച്ച് 31 വരെ ഫണ്ട് ചെലവഴിക്കാനാവുന്ന മുൻ സ്ഥിതി തുടരണമെന്നും മാർച്ച് മാസത്തിലെ ട്രഷറി നിയന്ത്രണം ഒഴിവാക്കണമെന്നും മുൻ മേയർ TO മോഹനൻ പറഞ്ഞു. ജനപ്രതിനിധികളിൽ നിന്നുവരുന്ന നിർദ്ദേശങ്ങൾ പരിഗണിച്ച് മുന്നോട്ട് പോകുമെന്നും കമ്മീഷൻ ചെയർമാൻ KN ഹരിലാൽ പറഞ്ഞു. എങ്ങനെയാണ് ഇപ്പോൾ ഈ നഗര ഭരണത്തിന്റെ കോംപ്ലിക്കേഷൻസ് ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്നത് തന്നെയാണ്. ഈ സ്റ്റാഫ് പാറ്റേൺ ഇപ്പൊ നിലവിലുള്ളതിന്റെ അപര്യാപ്തത എന്താണ്, അത് ശാസ്ത്രീയമായിട്ട് തന്നെ പഠിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക. ഞാൻ പണം ചെലവഴിക്കുന്നതാണെങ്കിൽ അത് തയ്യാറാക്കിയാൽ അതിനുമേൽ ഗവൺമെന്റിന് ഏത് ഗവൺമെന്റ് ആണെങ്കിലും നടപടികൾ എടുക്കുന്നത്. വരണ്ടുണങ്ങുന്ന ഭൂമിക്ക് കുടപിടിക്കാൻ ഒരു കൂട്ടം ജനത. പയ്യാമ്പലത്തെ പൂഴിമണലിൽ ഹരിതാപ തീർത്ത് കണ്ണൂരിലെ വാക്കേഴ്സ് ക്ലബ് അംഗങ്ങൾ. ദിനേനയുള്ള നടത്തത്തിനിടയിൽ ഒരു തൈ നട്ടും നട്ട തൈ നനച്ചും ഒരു വ്യാഴവട്ടത്തിന്റെ ഹരിതക്കുടയ്ക്കാണ് ഇവർ ജീവൻ പകർന്നത്. ഒരു തൈ നടാം നമുക്ക് നല്ല നാളേക്കു വേണ്ടി. ഈ വരികൾ അർത്ഥവത്താക്കുകയാണ് കണ്ണൂരിലെ വാക്കേഴ്സ് ക്ലബ് അംഗങ്ങൾ. പയ്യാമ്പലത്തെ വഴിയോരങ്ങളിലും കടൽക്കരയോടും ചേർന്ന് നിരവധി മരങ്ങളാണ് ഇവർ ഇതിനോടകം വച്ചുപിടിപ്പിച്ചത്. ഇതെത്ര കാലമായി രാജുവേട്ടാ? നമ്മൾ 2013 സ്റ്റാർട്ട് ചെയ്തതാണ്. ഇതേപോലെ എല്ലാ ഞായറാഴ്ചയും വന്ന ആള് നിങ്ങളെല്ലാം ഒപ്പം കൂട്ടില്ല? എല്ലാവരും ഉണ്ടാവും ഞായറാഴ്ച എല്ലാത്തിനും നനക്കും. അപ്പൊ കല്യാണം അങ്ങനത്തെ സംഭവം എല്ലാം മാറ്റിവെച്ചിട്ട് മെയിൻ രാവിലെ അല്ലേ? അപ്പോഴേക്ക് രാവിലെ നമ്മൾ 6 മണിയാകുമ്പോഴേക്ക് എത്തും. അപ്പോഴേക്ക് എല്ലാ എന്നാലും മൊത്തം സപ്പോർട്ടാണ് 100%. രാജുവേട്ടനാണ് ഇവര് വീട്ടിൽ നിന്ന്. കാരണം എന്താ വെച്ചാൽ ഈ മരത്തിന്റെ കീഴിൽ പോയിട്ട് ഈ ചെടി പറിച്ച് വീട്ടിൽ കൊണ്ടുപോയി നട്ടിട്ട് വളർത്തിക്കൊണ്ടിരുന്നതാണ്. കൂട്ടായ്മയിലെ 12ഓളം പേരുടെ പ്രയത്നമാണ് ഇതിനു പിന്നിൽ. വച്ചുപിടിപ്പിക്കുന്നത് ഏറെയും ബദാം മരങ്ങളാണ്. മിക്കപ്പോഴും സ്വന്തം വീടുകളിൽ തൈ മുളപ്പിച്ചു പാകമാകുമ്പോൾ മാത്രമാണ് ഇവർ ഇവിടെ കൊണ്ടുനടുന്നത്. എന്നിരുന്നാൽ പോലും പലതവണകളായി ഇവർ നട്ടുപിടിപ്പിച്ച ചെടികൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു തൈ 13 തവണ നടേണ്ടി വന്നിട്ടുണ്ടെന്ന് സെക്രട്ടറി രാജേഷ് കുമാറും പ്രസിഡന്റ് രാജീവനും പറഞ്ഞു. ഏകദേശം 2013 മുതൽ തുടങ്ങിയ പരിപാടിയാണ്. ഒരു രജിസ്റ്റേർഡ് വാക്കേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു സാധനമാണ്. അപ്പോൾ പയ്യാമ്പലത്തോട് നടക്കുന്നവരുടെ ഒരു കൂട്ടായ്മ. അതായത് പയ്യാമ്പലം ഏകദേശം ഇവിടുന്ന് പള്ളിയാമ്പലം മുതൽ ഇവിടെ പതാറ് വരെ ഫുള്ള് മരങ്ങൾ ഏകദേശം 400 ചെടികളുണ്ട്. അതിൽ വലുതായ ഏകദേശം 10-200 ചെടിയുണ്ട്. ഏകദേശം നമ്മളെക്കാളും ഹൈറ്റായ ഒരു 10-200 ചെടികൾ ഇപ്പോൾ നട്ടിട്ടുണ്ട്. പിന്നെ ആഴ്ചയിൽ എന്തായാലും ഞായറാഴ്ചയും ബാക്കി പറ്റുമെങ്കിലും മറ്റു ദിവസങ്ങളിലും ആയിട്ട് ചെറിയ ചെടിക്കൊക്കെ നനച്ചിട്ട് പരിപാലിച്ച് പോകാണ്. അപ്പോൾ മിസ്സായതൊക്കെ പുതുതായിട്ട് വെക്കുകയും. പക്ഷെ പലപ്പോഴും പലതും ആൾക്കാരെടുത്ത് കളഞ്ഞിട്ട് നമ്മൾ പിറ്റേ ദിവസം 13 തവണയൊക്കെ വെച്ച സ്ഥലങ്ങളുണ്ട് ഒരേ സ്ഥലത്തന്നെ. ഇപ്പോൾ അതൊക്കെ വലുതായി.
നനയ്ക്കാനാവശ്യമായ വെള്ളം ശ്മശാനത്തോട് ചേർന്ന കിണറിൽ നിന്നാണ് ഇവർ ശേഖരിക്കുന്നത്. വേനലാകുമ്പോൾ നനയ്ക്കുക എന്നത് കടമ്പ കൂടിയാണ്. DTPCയുടെയോ കോർപ്പറേഷന്റെയോ ഒരു കൈ സഹായം ലഭിച്ചാൽ ഉദ്യമം വലിയൊരു രീതിയിൽ പൂർത്തിയാക്കാം എന്നിവർ വിശ്വസിക്കുന്നുണ്ട്. അത്തരത്തിലൊരു സഹായം ലഭിക്കുകയാണെങ്കിൽ കൂടുതൽ തണലൊരുക്കാനുള്ള പ്രവൃത്തികൾ ചെയ്യാനും ഇവർ മുന്നോട്ട് തന്നെ ഉണ്ടാകും. വാക്ക്വേന്റെ നോർത്ത് സൈഡില് 3 പ്രാവശ്യമായി കുറെ 10-15 തൈകൾ നടുന്നു. അതെല്ലാം അരക്കിയ രാത്രി, ശനിയാഴ്ച രാത്രിയാണ് പൊരിച്ചു കളി. 3 പ്രാവശ്യം നട്ടിട്ടും പിടിപ്പിക്കാൻ കഴിയുന്നില്ല. ഇതിൽ കോർപ്പറേഷൻകാർ നിങ്ങൾ എന്തെങ്കിലും സഹായം ചെയ്തിരുന്നോ? അറിയോ ഇങ്ങനെ സംഭവം നടക്കുന്ന? അറിയ പോലും ഇല്ലാന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ നമ്മള് പ്ലാന്റർ ബോക്സിലിടക്ക് ചെടികളെല്ലാം വെച്ചു കൊടുത്തു. അത് ഇതുപോലെ ഇരിക്കുന്ന ആൾക്കാർ പോയതുകൊണ്ടോ അതല്ലെങ്കിൽ നശിപ്പിച്ചാണ്. നമ്മൾ പിന്നെ ഈ വാക്കുകൾക്ക് പുറത്താണ് നമ്മൾ ചെടികളെല്ലാം വെക്കുന്നത്. ഒരു പ്രാവശ്യം നമ്മൾ ട്രൈ ചെയ്തോ, പക്ഷെ സക്സസ് ആയിട്ടില്ല. ആരെങ്കിലെല്ലാം കൊണ്ടുപോകും. 12 വർഷത്തിലധികമായി വാക്കേഴ്സ് ക്ലബ് ഇത്തരത്തിലൊരു സത്പ്രവൃത്തി തുടങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പയ്യാമ്പലത്തെ മനോഹര കാഴ്ചകൾക്ക് ഇവരുടെ കയ്യൊപ്പമുണ്ടെന്ന് നിസ്സംശയം പറയാം. സിറ്റി ന്യൂസ്, കണ്ണൂർ. കടമ്പൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് മിന്നൽ പരിശോധന. വൃത്തിഹീനമായ നിലയിൽ കാണപ്പെട്ട അപ്പാർട്ട്മെന്റിന് പിഴ ചുമത്തി. മറാസി അപ്പാർട്ട്മെന്റ് ഉടമയ്ക്കാണ് 10,000 രൂപ പിഴ ചുമത്തിയത്. കടമ്പൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ മാലിന്യം കൂട്ടിയിട്ടതിനും മലിനജലം തുറസായ സ്ഥലത്ത് ഒഴുക്കിവിട്ടതിനും മറാസി അപ്പാർട്ട്മെന്റ് ഉടമയ്ക്ക് പിഴ ചുമത്തി. അപ്പാർട്ട്മെന്റിന്റെ പരിസരത്തെ ജൈവ അജൈവ മാലിന്യങ്ങൾ തരംതിരിക്കാതെ കൂട്ടിയിട്ട രീതിയിലാണ് കാണപ്പെട്ടത്. ശുചിമുറിയിൽ നിന്നുള്ള പൈപ്പുകൾ പൊട്ടി മലിനജലം ആരോഗ്യത്തിന് ഭീഷണിയായ രീതിയിൽ കെട്ടിക്കിടക്കുന്നതായും സ്ക്വാഡ് കണ്ടെത്തി. മാലിന്യം സ്വന്തം ചെലവിൽ വീണ്ടെടുത്ത് തരംതിരിച്ച് ഹരിതകർമ്മസേനയ്ക്ക് നൽകാനും കെട്ടിടത്തിൽ ആവശ്യമായ ജൈവ മലിനജല സംസ്കരണ സംവിധാനങ്ങൾ ഏർപ്പെടുത്താനും മറാസി റെസിഡൻസ് ഉടമയ്ക്ക് സ്ക്വാഡ് നിർദ്ദേശം നൽകി. 10,000 രൂപ പിഴ ചുമത്തി തുടർ നടപടികൾ സ്വീകരിക്കാൻ കടമ്പൂർ ഗ്രാമപഞ്ചായത്തിന് സ്ക്വാഡ് നിർദ്ദേശം നൽകി. പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ ലജി എം, ഷരീഖുൽ അൻസാർ, കടമ്പൂർ ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് അനീസ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ മാലിന്യം തള്ളിയ ഒരു വ്യക്തിക്കും 4 സ്ഥാപനങ്ങൾക്കും പിഴ ചുമത്തി. RK ഓഡിയോ വേൾഡ്, ലെജൻഡ് ഗേറ്റ് അക്കാദമി, മെട്രോപോളിസ് ലബോറട്ടറി, ഓസ്കാർ ലോഡ്ജ് എന്നീ സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങളും MV സുമേഷ് എന്ന വ്യക്തിയുടെ ഫ്ളാറ്റിലെ മാലിന്യങ്ങളുമാണ് വലിച്ചെറിഞ്ഞ രീതിയിൽ സ്ക്വാഡ് കണ്ടെത്തിയത്. 4 സ്ഥാപനങ്ങൾക്കും 5,000 രൂപ വീതം പിഴയും ഗാർഹിക മാലിന്യം തള്ളിയ MV സുമേഷിന് 2,500 രൂപയും പിഴ ചുമത്തിയിട്ടുണ്ട്. നഗരമധ്യത്തിൽ 3 ഇടങ്ങളിലായി പൊതു റോഡിനോട് ചേർന്നുള്ള സ്വകാര്യ ഭൂമിയിൽ നിക്ഷേപിച്ച മാലിന്യക്കെട്ടുകളിൽ നിന്നാണ് തെളിവുകൾ ശേഖരിച്ച് മാലിന്യം തള്ളിയവരെ കണ്ടെത്തിയത്. RK ഓഡിയോ വേൾഡ്, ലെഡ്ജർ ഗേറ്റ് അക്കാദമി, മെട്രോപോളിസ് ലബോറട്ടറി, ഓസ്കാർ ലോഡ്ജ് എന്നീ സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങളും MV സുമേഷ് എന്ന വ്യക്തിയുടെ ഫ്ളാറ്റിലെ മാലിന്യങ്ങളുമാണ് വലിച്ചെറിഞ്ഞ രീതിയിൽ സ്ക്വാഡ് കണ്ടെത്തിയത്. പ്ലാസ്റ്റിക് കവറുകൾ, ഉപയോഗിച്ച ഡിസ്പോസിബിൾ ഗ്ലാസുകൾ, പേപ്പറുകൾ തുടങ്ങിയ മാലിന്യങ്ങളാണ് നിക്ഷേപിച്ചത്. മാലിന്യങ്ങൾ അതാത് സ്ഥാപനങ്ങൾ സ്വന്തം ചെലവിൽ വീണ്ടെടുത്ത് തരംതിരിച്ച് ഹരിതകർമ്മസേനയ്ക്ക് കൈമാറാൻ സ്ക്വാഡ് നിർദ്ദേശം നൽകി. 4 സ്ഥാപനങ്ങൾക്കും 5,000 രൂപ വീതവും ഗാർഹിക മാലിന്യം തള്ളിയ MV സുമേഷിന് 2,500 രൂപയും പിഴ ചുമത്തി തുടർ നടപടികൾ സ്വീകരിക്കാൻ കണ്ണൂർ കോർപ്പറേഷൻ സ്ക്വാഡ് നിർദ്ദേശം നൽകി. പരിശോധനയിൽ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ ലജി എം, ഷരീഖുൽ അൻസാർ, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ബിന്ദു, കണ്ടിൻജന്റ് ജീവനക്കാരായ അനീഷ്, നിഷാദ് എന്നിവർ പങ്കെടുത്തു. വനിതാ ദിനത്തോടനുബന്ധിച്ച് അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് ജാഗ്രതാ സമിതി നിയമബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഹംസക്കുട്ടി ക്ലാസ് എടുത്തു. വനിതാ ദിന പരിപാടിയുടെ ഭാഗമായി അഴീക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 വാർഷിക പദ്ധതിയായ ജാഗ്രതാ സമിതിയുടെ ശാക്തീകരണം ലക്ഷ്യമാക്കിയാണ് അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് ജാഗ്രതാ സമിതി അംഗങ്ങൾക്ക് നിയമബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റീനയുടെ അധ്യക്ഷതയിൽ ചേർന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജീഷ്, ചെയർമാൻമാരായ മിനി കെ ഗിരീഷ് കുമാർ, മുഹമ്മദ് അഷ്റഫ്, വാർഡ് മെമ്പർമാരായ ഷബീന, വിനോദൻ, നിർവഹണ ഉദ്യോഗസ്ഥ ഡാലിയാമോൾ, സ്റ്റീഫൻ എന്നിവർ സംസാരിച്ചു. സംസ്ഥാനത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിന് ജാഗ്രതാ സമിതിയുടെ പ്രവർത്തനം ഊർജിതമാക്കണം എന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജീഷ് കെ പറഞ്ഞു. ഇനി സ്വർണം വെള്ളി നിരക്ക്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. കൂത്തുപറമ്പിൽ ഭിന്നശേഷിക്കാരന്റെ തട്ടുകട തകർത്തു. അക്രമം നാളെ ഉദ്ഘാടനം നടക്കാനിരിക്കെ പുലർച്ചെ മുഖംമൂടി ധരിച്ചെത്തിയാണ് തട്ടുകട അടിച്ചു തകർത്തത്. മാഹി ബൈപ്പാസിൽ കാർ കത്തി, തീപിടുത്തം ഡിവൈഡറിൽ ഇടിച്ച് ഡ്രൈവർക്ക് പരിക്ക്. തീയണച്ചത് ഫയർഫോഴ്സ് എത്തി. കാറിൽ ഡ്രൈവർ മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് നിഗമനം.
ധനകാര്യ കമ്മീഷൻ ചെയർമാൻ കോർപ്പറേഷൻ സന്ദർശിച്ചു. യോഗത്തിൽ പങ്കെടുത്ത് മേയറും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും. നിർദ്ദേശം പരിഗണിച്ച് മുന്നോട്ടു പോകുമെന്ന് ചെയർമാൻ. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.